ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മെഡ്പോളിയോ. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അമ്മമാർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുട്ടികൾ സംസാരിക്കാൻ വൈകുന്നു, അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ കുട്ടി സംസാരം കുറവാണ്, സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ. അത്തരത്തിൽ സ്പീച്ച് ഡിലേ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ സ്പീച്ച് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, സംസാരം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം അതിനു മുമ്പേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുട്ടികളെ, എല്ലാ ചെറിയ കുട്ടികളുള്ള അമ്മമാരും തന്നെ മൈൽ സ്റ്റോൺസ് അറിഞ്ഞു വെക്കുക. കാരണം ഒരു കുട്ടി ഇന്നൊരു പ്രായത്തിൽ, ഓരോ പ്രായത്തിലും ചെയ്യേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. 2-ാം മാസത്തിൽ കുട്ടിയുടെ കഴുത്തുറയ്ക്കുക, അതുപോലെ 6-ാം മാസം ആകുമ്പോൾ കുട്ടി കമിഴ്ന്ന് കിടക്കുന്നു, 7-ാം മാസം ആകുമ്പോൾ മുട്ടിട്ട് എഴഞ്ഞു തുടങ്ങുന്നു, ഇരിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു ജനറൽ സെനാരിയോയിൽ ഒരു പ്രായം പറയുന്നുണ്ട് കുട്ടിക്ക്, ഈ സമയത്ത് ഇന്നതൊക്കെ ചെയ്യുന്നുള്ളത്. അത് അറിഞ്ഞു വെക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ 1 വയസ്സാകുമ്പോൾ കുട്ടികൾ 2-3 വാക്കുകളൊക്കെ കൂട്ടി പറയും. 2-2.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും സെൻറ്റൻസുകളൊക്കെ പറഞ്ഞു തുടങ്ങും. അപ്പം ഇത്തരത്തിൽ നിങ്ങൾ മൈൽ സ്റ്റോൺസ് മനസ്സിലാക്കി വെച്ച ശേഷം, നിങ്ങളുടെ കുട്ടി ആ പ്രായമായിട്ടും സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അധികം കൂടുതൽ വൈകിക്കാതെ തന്നെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കുറച്ചുകൂടെ കാലം കഴിഞ്ഞാൽ സംസാരിക്കുമായിരിക്കും എന്നുള്ള ഒരു മുൻധാരണ വെച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് വൈകിക്കേണ്ടതില്ല. ആദ്യം തന്നെ സംസാരം ആ ഒരു പ്രായം എത്തിക്കഴിഞ്ഞിട്ടും കുട്ടി സംസാരിക്കാൻ ഡിലേ ഉണ്ടെങ്കിൽ ഒട്ടും വൈകിക്കാതെ തന്നെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് കുട്ടിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സംസാരം ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. ഇതിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഐ കോണ്ടാക്റ്റ് ആണ്. നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും കുട്ടി തിരിച്ച് നമ്മളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും കുട്ടിയുടെ മുഖത്ത് തന്നെ നോക്കി പറയാൻ ശ്രമിക്കുക. അത് കുട്ടി നമ്മുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടി നമ്മുടെ മുഖത്തോട്ട് നോക്കിയാൽ മാത്രമേ നമ്മുടെ ഒരു ചുണ്ടിൻ്റെ ചലനവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുട്ടിക്ക് കൂടുതൽ സംസാരിക്കാൻ അത് വഴിവെക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ചില കുട്ടികളെങ്കിലും നമ്മൾ സംസാരിക്കുന്ന സമയത്തൊന്നും മുഖത്ത് നോക്കാൻ മടി കാണിക്കാറുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഐ കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിന് ഒരുപാട് വഴികളുണ്ട്. നമ്മൾ എന്ത് പറയുമ്പോഴും കുട്ടിയോട് മുഖത്തോട്ട് നോക്ക് സംസാരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയാൻ ശ്രമിക്കുക. എന്നിട്ടും കുട്ടി അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ചെറുതായിട്ട് മുഖം പിടിച്ച് നമ്മുടെ ഫേസിന് നേരെ വെച്ചതിന് ശേഷം കുട്ടിയോട് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. കുറച്ചു കാലം നമ്മൾ ഇത്തരത്തിൽ ഫോഴ്സ്ഫുള്ളി തന്നെ അവരെ ഐ കോണ്ടാക്റ്റിന് ഫോഴ്സ്ഫുള്ളി നമ്മൾ കഴുത്ത് പിടിച്ച് സംസാരിക്കുകയാണെങ്കിൽ പിന്നീട് അവർ ഐ കോണ്ടാക്ട് അത് മെയിൻറ്റെയിൻ ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ഫേസിനെ നേരെ പിടിച്ച് കുട്ടിയോട് സംസാരിക്കുക. അപ്പോൾ കുട്ടി ആ ഒബ്ജക്റ്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം അത് നമ്മുടെ മുഖത്തേക്ക് ഒരു ഫോക്കസ് വരികയും ഇപ്പം നമ്മുടെ മുഖം ചലിക്കുന്നതൊക്കെ കുട്ടി കാണുകയും ചെയ്യും. അത് അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത് പിന്നീട് കുട്ടിക്ക് സംസാരിക്കാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അറ്റൻഷൻ സ്പാൻ. കുട്ടിക്ക് അറ്റൻഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നത് കുട്ടി ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു കളറിങ് എന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ കുട്ടി ചെയ്യുമ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്താണോ, അറ്റൻഷനോട് കൂടിയാണോ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി അങ്ങനെ ഇല്ല, കുട്ടിക്ക് ഒട്ടും അറ്റൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കൂട്ടാനുള്ള ചെറിയ ചെറിയ വഴികൾ നമ്മൾ കുട്ടിയെ ഇരുത്തി കഥകൾ, സ്റ്റോറി നെറേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. അതെന്ന് പറയുമ്പോൾ സാധാ ഒരു കഥ പറയുന്ന പോലെയല്ല, നമ്മൾ മുഖത്ത് ആക്ഷൻസും അല്ലെങ്കിൽ പുതിയ പുതിയ സൗണ്ടൊക്കെ ഉണ്ടാക്കി കുറച്ച് എക്സാജറേറ്റ് ചെയ്ത രീതിയിൽ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കുട്ടിയെ കഥകൾ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരു ഓവർ എഫേർട്ട് ഇട്ട് കുറച്ച് കുട്ടി ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് അത്തരത്തിലുള്ള സൗണ്ടുകളും അല്ലെങ്കിൽ മുഖത്തുള്ള ആക്ഷൻസും ഒക്കെ വെച്ചിട്ട് അത്തരത്തിൽ കാര്യങ്ങൾ നെറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി അറ്റൻഷൻ വരും. പിന്നീട് അത് അവർ ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ പിന്നെ അവരുടെ സ്പീച്ച് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് ടോക്കാണ്. പലപ്പോഴും നമ്മളെ കണ്ടിട്ടാണ് കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യുക. നമ്മൾ പറയുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അവർ പഠിക്കുന്നത്.
അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിങ്ങനെ നെറേറ്റ് ചെയ്ത് അമ്മ അല്ലെങ്കിൽ ഉമ്മ വീട്ടിൽ നിന്ന് എന്താണോ ചെയ്യുന്നത്, ഇപ്പം ഞാനിപ്പോൾ കുക്ക് ചെയ്യാണ്, ഞാനിപ്പോൾ ഇതെടുക്കുകയാണ്, ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുകയാണ്, ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്നിങ്ങനെ പറഞ്ഞ് ചെയ്യുക. ഇത് കുട്ടി ഇങ്ങനെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കുട്ടിയുടെ ബ്രെയിനിൽ ഇങ്ങനെ രജിസ്റ്റർ ആയി പിന്നീട് ആ കാര്യങ്ങൾ തന്നെ കുട്ടി പറയാൻ ശ്രമിക്കുകയും ചെയ്യും. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് പാരലൽ ടോക്കും. കുട്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അത് നെറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം കളർ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ മോൾ ഇന്ന് പച്ച കളർ വെച്ച് കളർ ചെയ്യുകയാണല്ലേ, അല്ലെങ്കിൽ ആപ്പിൾ കളർ ചെയ്യുകയാണല്ലേ, ഓറഞ്ച് കളർ ചെയ്യുകയാണല്ലേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണല്ലേ, ഈ കാര്യങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ പിന്നീട് കുട്ടി അവരും അത് ചെയ്യുമ്പോൾ അങ്ങനെ അത്തരത്തിലേക്ക് പറഞ്ഞു ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി മറ്റൊരു കാര്യമാണ് ഡിമാൻഡിങ്. അതായത് അവരൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു നീഡ് ഉണ്ടാവുമ്പം അത് ചോദിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ അത് ആവശ്യപ്പെട്ടാൽ മാത്രമേ കിട്ടൂ എന്നുള്ള ഒരു കാര്യം അവരെ ബോധ്യപ്പെടുത്തണം. കാരണം നമ്മൾ അവരെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു തന്നെ ചെയ്തു കൊടുക്കുമ്പോൾ പിന്നെ അവർക്കൊരു നീഡില്ല, അല്ലെ അവർ സംസാരിക്കാൻ മടി കാണിക്കും. ഓട്ടോമാറ്റിക്കലി അവർക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്ത് കാര്യങ്ങളും ഇപ്പം വെള്ളം വേണമെങ്കിൽ വെള്ളം വേണം എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് അവർക്ക് ആവശ്യമുണ്ട് അത് പറഞ്ഞാലേ കിട്ടുള്ളൂ എന്ന തരത്തിലേക്ക് അവരെ ബോധ്യപ്പെടുത്തി അത്തരത്തിലേക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കണം. അതിൽ തന്നെ വരുന്നതാണ് മോഡലിംഗ്, അല്ലേ? അപ്പം കുട്ടിക്ക് ചിലപ്പോൾ പറയാൻ അറിയില്ലായിരിക്കും. ഇപ്പം വെള്ളം വേണം എന്ന് ചോദിക്കുന്നത് അറിയില്ലായിരിക്കും. അപ്പം അത്തരത്തിൽ കുട്ടിക്ക് എന്ത് കാര്യമാണോ വേണ്ടത് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കുക. ഇപ്പം എനിക്ക് വെള്ളം വേണം എന്ന് പറയൂ, അങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മൾ അവരെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുക. ഇപ്പം ടോയ്ലറ്റിൽ പോകണം, എനിക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് പറയൂ. അത്തരത്തിൽ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ഇന്നത് പറയൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഇതുവഴി ആ സമയത്ത് അവരത് പറഞ്ഞിട്ടില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ആ കാര്യങ്ങളെല്ലാം അവരുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അവരത് ആ ഒരു സാഹചര്യം വരുമ്പോൾ അത്തരത്തിൽ പറയാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ മോഡലിംഗ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അവർക്ക് എന്താണോ ആവശ്യം ആ സാഹചര്യത്തിൽ നമ്മൾ ആ കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യമാണ് ഗ്രീറ്റിങ്സ്. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോഴും ആരെയാണെങ്കിലും കാണുമ്പോൾ ഒരു ഹായ് പറയാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ബായ് പറയുന്ന ഒരു ശീലം കുട്ടികളിൽ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് സ്പീച്ച് ഇംപ്രൂവ് ചെയ്യുന്നതിനൊപ്പം തന്നെ അവരുടെ ഒരു സോഷ്യൽ സ്കില്ലും കൂടെ വർദ്ധിപ്പിക്കുന്നതാണ്. കുട്ടികൾക്ക് മറ്റുള്ളവരുമായിട്ട് ഒരു സംസാരിക്കാനുള്ള ഒരു തുടക്കം സംസാരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹായ് ബൈ ബന്ധം പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റീഡിങ്, അല്ലേ? പലപ്പോഴും നമ്മുടെ ഒരു ധാരണ സ്കൂൾ ഗോയിങ് ആയി കഴിഞ്ഞാൽ മാത്രം ബുക്ക് എടുത്ത് വായിച്ചാൽ മതി എന്നുള്ള, അല്ലെങ്കിൽ ബുക്ക് എടുത്ത് കൈ കൊടുത്താൽ മതി, ആ ഒരു ധാരണയാണ്. പക്ഷെ അങ്ങനെയല്ല. റീഡിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്, അല്ലേ? അപ്പോൾ കുട്ടികളെ എപ്പോഴും അടുത്തിരുത്തി നമ്മളിങ്ങനെ വായിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ബുക്ക് അവരെ ഇരുത്തിക്കൊണ്ട് നമ്മൾ വായിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വലിയ വലിയ പിക്ചേഴ്സൊക്കെ ഉള്ള ബുക്കുകളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ മറിച്ചിട്ട് ഇതാണ് എന്നൊക്കെ ഉള്ളത് കാണിച്ചു കൊടുക്കുക. ചെറിയ ചെറിയ സ്റ്റോറി ബുക്സ് വാങ്ങിയിട്ട് അവരെ ഇരുത്തിയിട്ട് വായിച്ചു കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഒത്തിരി കുട്ടികൾ കേൾക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ സ്പീച്ച് ഇംപ്രൂവ് ആവുകയും പിന്നീട് ഈ സംസാരം നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ കോഗ്നിറ്റീവ് സ്കില്ല് എല്ലാം തന്നെ വർദ്ധിക്കാനായിട്ട് ഇത് കാരണമാകുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ കുട്ടിയുടെ സ്പീച്ച് നമുക്ക് കാണാൻ പറ്റും. അവർ നന്നായിട്ട് തന്നെ സംസാരിച്ച് തുടങ്ങും. പലപ്പോഴും കുട്ടികളുടെ സ്പീച്ച് ഡിലേക്ക് കാരണം നമ്മൾ തന്നെ വരുത്തുന്ന മിസ്റ്റേക്സ് ആയിരിക്കും, അല്ലേ? നമ്മൾ ഒട്ടും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പോഷർ കിട്ടുന്നില്ല, അതിനുള്ളൊരു സാഹചര്യം കിട്ടാത്തത് തന്നെയായിരിക്കും കുട്ടിയുടെ സ്പീച്ച് ഡിലേക്ക് ഒരു കാരണം. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് കുട്ടികളെ സംസാരിപ്പിക്കാനായിട്ട് ഉള്ള ഒരു എഫേർട്ട് എന്ന നിലയിൽ നമ്മൾ കൂടുതൽ സംസാരിക്കുകയും അവരെ നിർത്തിക്കൊണ്ട് റീഡിങ്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ തന്നെ കുട്ടികളിലെല്ലാം തന്നെ നല്ലൊരു സംസാരശീലം അവരിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.